അപ്പോ കേരളത്തിന്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ ജനപ്രതിനിധികൾ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങി പാർലമെന്റിൽ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നുവെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട, ഞങ്ങൾ ആരോടും അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. കേരളത്തിന്റെ പുറത്ത് അതല്ല സ്ഥിതി എന്നെങ്കിലും ഇപ്പോൾ പറയാമോ അരുൺകുമാർ? ഇത് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ? ഇത് കേരളത്തിന് പുറത്ത് ഒരു നിലപാട്, കേരളത്തിനകത്തൊരു നിലപാട് എന്നതിന്റെ തെളിവാണോ? ഇങ്ങനെ തുടങ്ങാമോ രതീഷ്? നടരാജന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ പോസ്റ്റ് വ്യാജമാണോ ശ്രീ അരുൺകുമാർ? അയ്യോ